ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയും വകുപ്പ് വിഭജനവും കഴിഞ്ഞു. ഭരണം നിലനിർത്താൻ പറ്റിയതുകൊണ്ട് BJPക്കാർ വളരെ സന്തോഷത്തിലാണ്. ഭരണം കിട്ടിയില്ലെങ്കിലും നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. ഇത്തവണ പ്രതിപക്ഷ നേതൃസ്ഥാനം ഉറപ്പായി എന്നതുകൊണ്ട് കോൺഗ്രസ്സുകാരും വളരെ സന്തോഷത്തിലാണ്. മുരളീധരനെ പോലെ, രമ്യ ഹരിദാസിനെ പോലെ കുറച്ചു പേർക്ക് മാത്രമേ ചെറിയ ദുഃഖവും പരിഭവവും കുണ്ഠിതവുമുള്ളൂ. കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും കോൺഗ്രസ്സുകാർ വളരെ ഹാപ്പിയാണ്. കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്, CMPയിലെ CP ജോൺ വിഭാഗം അവരുമൊക്കെ സന്തോഷത്തിലാണ്. ഇന്നല്ലെങ്കിൽ നാളെ മോഡിയുടെ ദുർഭരണം അവസാനിക്കും, ചെങ്കോട്ടയിൽ വീണ്ടും ത്രിവർണ്ണ പതാക പറക്കും എന്നൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ അത്യാവശ്യം വിഷമത്തിലായിരിക്കുന്ന ഇടതുപക്ഷ പാർട്ടികളാണ്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റാണ്. ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി ഒരു തിരിച്ചടിയേ അല്ല, അത് പൊതുജനാഭിപ്രായത്തിൻ്റെ ഒരു ഭാഗികമായ പ്രതികരണം മാത്രമാണ്. കേന്ദ്രത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്, സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തലല്ല എന്നൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തിരിച്ചടി വന്നപ്പോൾ അവർക്ക് അത്ര വലിയ കൂസലൊന്നും ഉണ്ടായില്ല. മാത്രമല്ല, ഇതിൽ പല ആളുകളെയും തോൽപ്പിക്കാൻ വേണ്ടി നിർത്തിയതുമാണ്. പത്തനംതിട്ടയിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ നിർത്തിയതും, അതുപോലെ തന്നെ നമ്മുടെ KK ശൈലജയെ വടകരയിൽ നിർത്തിയതും, ഏളമരം കരീമിനെ കോഴിക്കോട്ട് നിർത്തിയതുമൊക്കെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവരൊക്കെ കൃത്യമായിട്ട് തോൽക്കുകയും ചെയ്തു. അതുകൊണ്ട് CPMന് അത്ര വലിയ കൂസലൊന്നുമില്ല, അവരും പ്രതീക്ഷിച്ചത് തന്നെയാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ സമുദായ നേതാക്കന്മാരും മതമേലധ്യക്ഷന്മാരുമാണ്. അവരൊക്കെ അവരവരുടേതായ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിശകലനം ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. നടേശൻ ചേട്ടൻ ഞങ്ങളുടെ നാടായ ആലുവയ്ക്കടുത്ത് പെരുമ്പാവൂരിൽ കുന്നത്തുനാട് SNDP യൂണിയൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വ്യാഖ്യാനിച്ചത് അല്ലെങ്കിൽ വിശകലനം ചെയ്തത്, ഇത് ന്യൂനപക്ഷ പ്രീണനത്തിനെതിരായിട്ടുള്ളൊരു വിധിയെഴുത്താണ്. LDFും UDFും ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തെ വഴിവിട്ട് പ്രോത്സാഹിപ്പിക്കുകയും പ്രീണിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ വിശകലനം കേട്ടപ്പോൾ. അത് കുന്നത്തുനാട്ടിൽ നടന്നൊരു ചെറിയ പരിപാടിയായിരുന്നു, അത് പത്രത്തിലൊക്കെ വന്നു. ചില ചാനലുകാരുമൊക്കെ അതിൻ്റെ 1-2 മിനിറ്റൊക്കെയുള്ള ചില ഭാഗങ്ങൾ കാണിച്ചു. ഇത് കേട്ട വഴി മുജാഹിദിൻ്റെ പ്രമുഖ നേതാവായ ഹുസൈൻ മടവൂർ വളരെയധികം പ്രകോപിതനാവുകയും അദ്ദേഹം നവോത്ഥാന സമിതിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. വെള്ളാപ്പള്ളി നടേശനാണ് ഈ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ്. നമുക്കറിയാം, ശബരിമല സ്ത്രീ പ്രവേശന കാലത്ത് മുഖ്യമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് നവോത്ഥാന സമിതി. അതിൻ്റെ ചെയർമാൻ വെള്ളാപ്പള്ളി നടേശനും ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ വരുന്നു. പിന്നീടാണ് അതിൽ ഈ മുസ്ലിം സംഘടനകളെയൊക്കെ കൂട്ടിച്ചേർത്ത് അതിൻ്റെ അടിത്തറ ശക്തിപ്പെടുത്തിയത്. അങ്ങനെ വന്ന ആളാണ് ഈ ഹുസൈൻ മടവൂർ സാഹിബ്. ഇത് കേട്ട് വളരെ പ്രകോപിതനായി അതിൻ്റെ ഭാരവാഹിത്വം രാജിവെച്ചു. ഭാരവാഹിത്വം രാജിവെച്ചോടി മാധ്യമങ്ങൾക്ക് ഒരു ഉത്സാഹം, പ്രത്യേകിച്ച് നമ്മുടെ മീഡിയ വൺ ചാനലിൽ വളരെ ആവേശത്തോടെ ഇത് ഏറ്റെടുത്തു. അവർ നടേശൻ ചേട്ടനെ കാട്ടി ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞ പോലെയാണ് എന്ന്. അത് മോങ്ങാനിരുന്ന നായ എന്ന് പോലുമല്ല, പട്ടി എന്നാണ് പറഞ്ഞത്. ഈ പട്ടിയും നായയും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് തിരുവിതാംകൂർ ഭാഗത്തുള്ളവർക്ക് ഒരുപക്ഷെ മനസ്സിലാവില്ല. മലബാറിൽ നായ എന്ന് പറഞ്ഞാൽ ആൺപട്ടിയും പട്ടി എന്ന് പറഞ്ഞാൽ പെൺപട്ടിയുമാണ്. അങ്ങനെ ഹുസൈൻ മടവൂരിനെ വെറും ഒരു പട്ടിയാക്കി ചുരുക്കി എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഒരു കൗതുകരമായിട്ടുള്ള വശം. ഇതേ തുടർന്ന് മറ്റുള്ള ആളുകളൊക്കെ പ്രകോപിതരായി. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ പത്രസമ്മേളനം വിളിച്ച് വെള്ളാപ്പള്ളി നടേശനെ അപലപിച്ചു. അദ്ദേഹത്തെ നവോത്ഥാന സമിതിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കണം എന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി അതൊന്നും ഗൗനിച്ചില്ല. പുള്ളി അങ്ങനെ അമ്മിക്കുഴവയ്ക്ക് കാറ്റ് പിടിച്ച പോലെ ഇടും. അപ്പോഴത്തേക്കും PDP പ്രതിഷേധിച്ചു. ഇടതുമുന്നണിയുടെ ഭാഗമായ INL അതിശക്തമായി പ്രതിഷേധിച്ചു. ഇതിങ്ങനെ പോയാൽ പറ്റുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ നടേശൻ മുതലാളിക്ക് വല്ല കൂസലുണ്ടോ? യാതൊരു അനക്കവും ഇല്ല. പുള്ളി അപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ട് കേരളകൗമുദി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനം എഴുതി പ്രസിദ്ധീകരിച്ചു. അതിൽ ഈ കേരള പിറവിക്ക് ശേഷം ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനങ്ങളുടെ ഒരു ചെറിയ കണക്കും പുള്ളി അവതരിപ്പിച്ചു. ഇന്ന കാര്യത്തിൽ ഇന്ന രീതിയിലുള്ള പ്രീണനമുണ്ടായി, ഇന്ന രീതിയിൽ ഇഴവരാതി പിന്നാക്ക സമുദായക്കാരെ അവഗണിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ തുടങ്ങിയ സർവകലാശാലയിൽ ഒരു ഇഴവനെ VC ആക്കാതെ ഒരു മുഹമ്മദിയനെ വൈസ് ചാൻസലറാക്കി എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ പുള്ളി ആവർത്തിച്ചു. അത് കൂടാതെ പുള്ളി ആലപ്പുഴയിൽ എന്തുകൊണ്ട് ആരിഫ്
വളരെ മോശപ്പെട്ട നിലയിലെത്തിയെന്നും എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ മുന്നേറിയതെന്നുമൊക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചു. മുസ്ലിങ്ങൾ കൂടുതലുള്ള മണ്ണഞ്ചേരി പ്രദേശത്ത് പോലും ആരിഫ് വളരെ പുറകിലായി എന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ വേറൊരു കൊള്ളിവാക്ക് കൂടി പറഞ്ഞു. ഇടതുപക്ഷം ഇങ്ങനെ പുറകെ നടന്ന് പ്രീണിപ്പിച്ചിട്ടും കാന്തപുരം ഗ്രൂപ്പുകാർ പോലും അവർക്ക് വോട്ട് ചെയ്തില്ല. വോട്ട് ചെയ്തപ്പോൾ എല്ലാ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായിട്ട് UDFന് വോട്ട് ചെയ്തു, അതുകൊണ്ടാണല്ലോ അവർ ജയിച്ചത് എന്ന രീതിയിൽ കൂടി ഒരു കൊള്ളിവാക്ക് കൂടി പറഞ്ഞു. ഇതോടുകൂടി സംഗതി പിന്നെ ഗൗരവമായി. മീഡിയ വൺ ചാനൽ ഉടനെ തന്നെ അടുപ്പ് കൂട്ടി ഗുരുതരമായ ചർച്ച നടത്തി. വെള്ളാപ്പള്ളി നടേശൻ വഞ്ചകനാണ്, അദ്ദേഹം ഈഴവരെ അടക്കം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സിറാജ്, കാന്തപുരത്തിൻ്റെ പത്രമാണ് സിറാജ് എഡിറ്റോറിയൽ എഴുതി, ഈ രാജ്യത്ത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന നടേശനെ ഉടനെ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യണം, അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് വിചാരണ ചെയ്യണം എന്ന ആവശ്യം ഉന്നയിച്ചു. ഏതായാലും ഇതൊന്നും കണ്ടാൽ കുലുങ്ങുന്ന ആളെല്ലാം നടേശൻ മുതലാളി നമുക്കറിയാം. പുള്ളി അതുകൂടി ഒന്നുകൂടി ആവേശഭരിതനായി. രക്തസാക്ഷിയാവാൻ തയ്യാറാണ്, പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല ഈ രാജ്യസഭയിലേക്ക് ആകെ 9 സീറ്റാണുള്ളത്. അതിൽ 5 മുസ്ലിങ്ങൾ കൊടുത്തിരിക്കുന്നു, 2 ക്രിസ്ത്യാനികൾ കൊടുത്തിരിക്കുന്നു. ഈ രാജ്യത്ത് 50% ജനസംഖ്യയുള്ള ഭൂരിപക്ഷ സമുദായക്കാർക്ക് ആകെ 2 സീറ്റാണ് കിട്ടിയിട്ടുള്ളത് എന്ന് വരെ പുള്ളി പറഞ്ഞു. കൂട്ടത്തിൽ ഈ താനൂർ ബോട്ടാപകടം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിയും മരുമോനും കൂടി 10 ലക്ഷം രൂപ അവിടെ കൊണ്ടു കൊടുത്തു. കുമരകത്ത് ബോട്ടാപകടം ഉണ്ടായപ്പോൾ 5 പൈസ കൊടുത്തില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളും ആവർത്തിച്ചു. അങ്ങനെ സംഗതി പുള്ളി കുളം കലക്കി നിൽക്കുകയാണ്. മുസ്ലിം സംഘടനകൾ മിക്കവാറും എല്ലാം തന്നെ ഏറ്റുപിടിച്ചു. മുസ്ലിം ലീഗ് ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. പാണക്കാട് തങ്ങളാവട്ടെ, കുഞ്ഞാലിക്കുട്ടി ആവട്ടെ, ഡോക്ടർ MK മുനീറാകട്ടെ, പാർട്ടിയുടെ ബുദ്ധിജീവി വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ആകട്ടെ, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവർക്ക് പറയാതിരിക്കാൻ അധികം പറ്റുകയില്ല, അവരും പ്രതികരിക്കേണ്ടതായിട്ട് വരും. അതുപോലെ ഹിന്ദു സംഘടനകൾ, ധീവര സഭയുണ്ട്, വിശ്വകർമ്മ സഭയുണ്ട്, നാടാർ മഹാജന സഭയുണ്ട്, പിന്നെ സവർണ ഹിന്ദുക്കളെ പ്രതികരിക്കുന്ന യോഗക്ഷേമ സഭയുണ്ട്, നായർ സർവീസ് സൊസൈറ്റി ഉണ്ട്. ഇവരൊക്കെ തൽക്കാലം മൗനം പാലിക്കുകയാണ്. പക്ഷേ അവരൊക്കെ വൈകാതെ ഇതിൻ്റെ അകത്ത് ഭാഗവാഹിത്വം വഹിക്കേണ്ടതായിട്ട് വരും. കാരണം ഇവരെന്തു പറയുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ക്രിസ്ത്യൻ ബിഷപ്പുമാർ അവരൊക്കെ കാരണം എന്താണ് ഭംഗ്യന്തരേണ BJPയെ പിന്തുണയ്ക്കുന്നവരും ഇവിടെ പ്രീണനമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരും അവരുടെ വിശ്വാസികളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നവരുമാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിണതിയിൽ എത്തി നിൽക്കുന്നു. ഇത് നമ്മളെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട കാര്യം ഇതല്ല. KPCC പ്രസിഡന്റ് എന്ത് പറയുന്നു, പ്രതിപക്ഷ നേതാവ് എന്ത് പറയുന്നു എന്നറിയാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. ലീഗ് നേതൃത്വം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു ചോദ്യമാണ്. അതിനേക്കാൾ പ്രധാനം ഇവിടെ ഇദ്ദേഹത്തെ നവോത്ഥാന സമിതിയുടെ പ്രസിഡൻ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്ത് പറയുന്നു, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി അഭിനവ കുമാരപിള്ള സാറായിരിക്കുന്ന ഗോവിന്ദൻ മാഷ് എങ്ങനെ പ്രതികരിക്കും, ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ന്യായമുണ്ടോ, ന്യായീകരണമുണ്ടോ, അത് ഇദ്ദേഹം സംസ്ഥാനത്ത് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ മാത്രമാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇതിനിടയ്ക്ക് ചില സാംസ്കാരിക പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്ന കുറച്ച് പേര്, അതിൽ വെള്ളാപ്പള്ളിയോട് പണ്ട് മുതൽക്ക് തന്നെ എതിരഭിപ്രായമുള്ള ചില ഇടവ പ്രമാണിമാരുണ്ട്, പിന്നെ ചില ദളിത് ബുദ്ധിജീവികളുണ്ട്, പിന്നെ ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് കൂലിക്കെടുത്ത ചില ചിന്തകന്മാരുണ്ട്. ഇത്തരം പേര് മാത്രം ചേർന്ന് ഒരു വലിയ പ്രസ്താവന പുറപ്പെടുവിച്ചു. വെള്ളാപ്പള്ളിയെ നിയന്ത്രിക്കണം, ഇയാളെ ഇങ്ങനെ തുടലൂരി വിടരുത് എന്ന രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കി അവർ വളരെ കൃതാർത്ഥരായി. അതേസമയത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യം അതല്ല, മാർക്സിസ്റ്റ് പാർട്ടി ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഒരുപാട് സാംസ്കാരിക നായകരുണ്ട്. അതിൽ സച്ചിദാനന്ദനുണ്ട്, അശോകൻ ചെരുവിലുണ്ട്, PK പോക്കറുണ്ട്, KN കുഞ്ഞാമ്മദുണ്ട്, മറ്റൊരുപാട് ബുദ്ധിജീവിണികളും ഉണ്ട്. ഇവരാരും തന്നെ ഇന്ന ദിവസം വരെ ഇതേക്കുറിച്ച് ഒരു അക്ഷരം വിട്ടിട്ടില്ല. അപ്പോൾ ഇവരുടെ അഭിപ്രായങ്ങൾ അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി സാംസ്കാരിക കേരളം അല്ലെങ്കിൽ നവോത്ഥാന കേരളം എങ്ങനെ ഉൾക്കൊള്ളുന്നു, എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്നെനിക്ക് തോന്നുന്നു. പ്രീണനമുണ്ടോ പ്രീണനമില്ലയോ എന്നുള്ള വേറെ ചോദ്യമാണ്. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഇങ്ങനെ ശ്രീനാരായണ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അതും ഈ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുന്ന അതിന് നടുനായകത്വം വഹിക്കുന്ന ഒരു വ്യക്തി, കേരള സർക്കാർ നവോത്ഥാന നായകനായിട്ട് അംഗീകരിച്ചിട്ടുള്ള നവോത്ഥാന സമിതിയുടെ ചെയർമാനായി പരിലസിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനൊരു അഭിപ്രായം പറയുമ്പോൾ അതിലെന്തുമാത്രം സത്യമുണ്ട്, അതിലെന്തുമാത്രം കള്ളമുണ്ട് എന്ന കാര്യം വിലയിരുത്താനും, അതുപോലെ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാടെന്താണ്, ഇദ്ദേഹം പറയുന്നത് ശരിയാണോ തെറ്റാണോ, അതോ അദ്ദേഹത്തെ തുറുങ്കിലടക്കണോ, അദ്ദേഹത്തെ വിചാരണ ചെയ്ത് ശിക്ഷിക്കണമോ എന്നുള്ളതിനെക്കുറിച്ച് ഈ ബുദ്ധിജീവികളുടെയും സംസ്ഥാനത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന കാരണഭൂതൻ്റെയും
അദ്ദേഹത്തിന് സകലവിധ പിന്തുണ കൊടുക്കുന്ന കുമാരപിള്ള സാറിൻ്റെ അഭിപ്രായം അറിയാൻ നമുക്കൊക്കെ താല്പര്യമുണ്ട്. അതിനുവേണ്ടി താല്പര്യപൂർവ്വം കാത്തിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.